നമസ്കാരം, ഞാൻ ഡോക്ടർ അഖില, ചീഫ് ഫിസിഷ്യൻ അറ്റ് പത്മസ്പർശ ആയുർവേദ ആൻഡ് കോസ്മെറ്റിക് ക്ലിനിക് എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഇൻ നന്തൻകോട്. ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് മുഖക്കുരു അല്ലെങ്കിൽ ആക്നെ വൾഗാരിസ്. ഇത് കൂടുതലും ഒരു ടീനേജ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് 20s-ലും 30s-ലും 40s-ലും ഒക്കെ ആക്നെയുടെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പൊതുവെ സ്ത്രീകളാണ് മുഖക്കുരുവിന് കൂടുതലും കൺസേൺഡ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് എല്ലാവരും സ്കിൻ കെയർ അത്രയും നോക്കുന്നത് കൊണ്ട് പുരുഷന്മാരും മുഖക്കുരു പ്രശ്നമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അവരും നോക്കാറുണ്ട്. മുഖക്കുരു എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളുടെ എല്ലാവരുടെയും സ്കിന്ന് പൊതുവെ റേഡിയൻ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ കാരണമാണ്. ഈ ഓയിലിനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത്. ഈ സെബം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ഒരു ഗ്ലാൻഡാണ്. ഈ ഗ്ലാൻഡിൻ്റെ പേരാണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന്. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് പൊതുവെ ആക്റ്റീവ് ആവുന്നത് ഒരു 12 to 13 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലാണ് ആക്റ്റീവ് ആവുന്നത്. എന്ന് വെച്ചാൽ ഒരു ആൾ മെച്യൂർ ആവുന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്ന സമയത്താണ് സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇത് നമ്മളുടെ ഹോൾ ബോഡിയിൽ തന്നെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പീരീഡിലാണ്. സെബേഷ്യസ് ഗ്ലാൻഡ് പൊതുവെ സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ രോമകൂപത്തിൻ്റെ അകത്താണ്. നമ്മളുടെ ശരീരത്തിലൊക്കെ സ്കിൻ പോഴ്സ് ഉണ്ട്. അപ്പം ഈ സ്കിൻ പോഴ്സിൽ കൂടെയാണ് നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ് ആണെങ്കിലും ഈ സെബേഷ്യസ് ഗ്ലാൻഡ് സിക്രേറ്റ് ചെയ്യുന്ന സെബമാണെങ്കിലും റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമ്മളുടെ ഈ സ്കിൻ പോഴ്സ് ചില സമയത്ത് ഡെഡ് സെൽസോ അല്ലെങ്കിൽ ഡെഡ് സ്കിന്നോ ഡെബ്രീസോ കൊണ്ട് അടഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ പോറിനകത്ത് നമ്മളുടെ സെബം അതേ കണക്ക് ഡെഡ് സെൽസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് ഹാർഡൻ ആവുന്ന ഇതിനെയാണ് നമ്മൾ കൊമിഡോൺസ് എന്ന് പറയുന്നത്. ഈ കൊമിഡോൺസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വൈറ്റ് ഹെഡും പിന്നെ അതേ കണക്ക് തന്നെ ബ്ലാക്ക് ഹെഡ്സും. അപ്പം ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് ഈ ചില സമയത്ത് ഈ കൊമിഡോൺസ് ചെറിയ രീതിക്ക് ഓപ്പൺ ആയിട്ട് ഈ സെബം പുറത്തോട്ട് തള്ളി നിൽക്കാറുണ്ട്. ഈ പുറത്ത് തള്ളി നിൽക്കുന്ന സെബം അറ്റ്മോസ്ഫിയറായിട്ട് മീൻസ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ ഓക്സിഡൈസ്ഡ് ആയിട്ട് ഇത് ബ്ലാക്ക് കളറാവും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഹെഡ്സ് എന്നും പറയുന്നത്, മറ്റേത് വൈറ്റ് ഹെഡ്സുമായിട്ടും പറയുന്നത്. ഈ കൊമിഡോൺസ് എന്ന് പറയുന്നത് തന്നെ ഈ ആക്നെയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പൊതുവേ ഇതേ കണക്ക് ആക്നെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മീൻസ് ഈ കൊമിഡോൺസ് ഡെവലപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് നാൾ നിൽക്കുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേ കണക്ക് തന്നെ അവിടെ പസം ഡെവലപ്പ് ചെയ്യാറുണ്ട്. നോർമലി ഒരു 3 to 4 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നോർമലായിട്ടൊരു ഓപ്പണിംഗ് വന്നിട്ട് ഈ പസ ഡിസ്ചാർജ് ചെയ്ത് പോവാറുണ്ട്. നോർമലി നമ്മളിൽ പലവരും ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ കൈ കൊണ്ട് ഞെക്കുക അല്ലെങ്കിൽ പിന്ന് വെച്ച് കുത്തുക, അതിനെ എങ്ങനെയൊക്കെ നമ്മൾ ഞെക്കി എടുത്ത് കളയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോഴാണെങ്കിൽ അവിടെ നിന്ന് ഇതൊരു ഇൻഫ്ലമേഷൻ പോലെ ഡെവലപ്പ് ചെയ്യാം, എന്നിട്ട് നീർക്കെട്ട് പോലെ വരിക, പിന്നെ ഇതിന് മൾട്ടിപ്പിൾ ഓപ്പണിങ്സ് വരിക, അവിടെ ഒരു സെക്കൻഡറി ഇൻഫ്ലമേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവിടെ നമുക്ക് റെഡ്നെസ് വരാം, പിന്നെ ചൊറിച്ചിൽ വരാം, ഇച്ചിങ് പോലത്തെ അത് വരാം. അങ്ങനെ ഇതൊരു വലിയൊരു ആക്നെ ഒരു സിസ്റ്റായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് ആക്നെസ് ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്ക് പല കാരണങ്ങളും കൊണ്ട് ആക്നെ ഡെവലപ്പ് ചെയ്യാം. പ്രധാനമായിട്ട് നമുക്ക് സൺ എക്സ്പോഷർ വരുമ്പോഴത്തേക്ക് നമുക്ക് ആക്നെ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ചിലവർക്ക് എൻഡോക്രൈനൽ ഡിസോർഡേഴ്സ് വരുമ്പം ലൈക്ക് PCOS, PCOD ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ആക്നെ ഡെവലപ്പ് ചെയ്യും. കൂടുതലും ആൻഡ്രോജൻ ഹോർമോൺ ലെവൽ കൂടുന്നത് കൊണ്ടാണ് ആ ഒരു ടൈമിൽ ആക്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ പ്രീ മെൻസ്ട്രുവൽ ഫ്ലെയർ അപ്പ് എന്ന് പറയാം. എന്ന് വെച്ചാൽ കൂടുതലും ഈ 12-13 വയസ്സുള്ള കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് ആക്റ്റീവ് ആവുന്ന ഒരു ടൈമിൽ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടും നമുക്ക് ആക്നെ ഡെവലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഓയിലി ഫേഷ്യൽസ് അധികമായി ചെയ്യുന്നത്, ഓയിലി പ്രോഡക്ട്സ്, ഓയിലി സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ അമിതമായി യൂസ് ചെയ്യുന്നത് കൊണ്ടും ആക്നെയുടെ ഇഷ്യൂസ് വരാം. പിന്നെ ഹൈ ഗ്ലൈസീമിക് ഡയറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മിൽക്ക് കൺസപ്ഷൻ, പാലിൻ്റെ ഉപയോഗം, പാലിൻ്റെ ഉൽപ്പന്നങ്ങളും അധികമായി യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ആക്നെയുടെ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇത് കണക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ആക്നെയുടെ ഇഷ്യൂ വരാം. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കാരണം സ്ട്രെസ്സൊക്കെ കൂടുമ്പോഴത്തേക്കും ആക്നെയുടെ ഇഷ്യൂസ് വരാം. ചിലവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ആക്നെയുടെ ഇഷ്യൂസ് വരാം. ലൈക്ക് സ്റ്റിറോയിഡോ എന്തെങ്കിലും ഡ്രഗ് അലർജിയോ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും ഡ്രഗ് അലർജി ഒക്കെ വരുമ്പോഴും ആക്നെയുടെ ഇഷ്യൂസ് വരാറുണ്ട്.
ഇനി ആക്നയുടെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? പൊതുവേ ഇതിനൊരു ലോങ് ടേം മെയിൻ്റെനൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ആക്നയ്ക്ക് നോക്കേണ്ടത്. നോർമലി നമുക്ക് ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. അതേ കണക്ക് തന്നെ നമ്മൾ അധികം ഭയങ്കരമായിട്ടുള്ള സ്ക്രബ്ബേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ടൈമിന് നമുക്ക് ഭയങ്കര ഓയിലി സ്കിൻ ആയത് കാരണം നമ്മൾ ഹൈ pH ഉള്ള സോപ്പൊക്കെ യൂസ് ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ ഈ ടൈമിന് നോൺ കമ്മ്യൂണോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ലൈക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. അതുപോലെ തന്നെ ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ളതും ജങ്കായിട്ട് ഗ്രീസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈ ഗ്ലൈസീമിക് ഡയറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പൊതുവെ ആയുർവേദിക് വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും ഇപ്പം ഭയങ്കര ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലഡ് പ്യൂരിഫൈ ആവാനുള്ള ഡീടോക്സിഫിക്കേഷൻ പോലത്തുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ടൈമിന് നമ്മൾ ബ്ലഡ് ഒന്ന് പ്യൂറായിട്ട് വരാൻ വേണ്ടി ആ ഒരു ഓൺ സൈറ്റിലായിട്ട് ലീച്ച് തെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ മുഖലേപം പോലത്തെ ഫേസ് പാക്ക് പോലത്തെ ഹെർബൽ ഫേസ് പാക്കൊക്കെ നമ്മൾ ഈ ഒരു ടൈമിന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേറെ പല ട്രീറ്റ്മെൻറ്റ്സും മുഖക്കുരുവിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് മെഡിഫേഷ്യൽസ് യൂസിങ് ഹൈ ഫ്രീക്വൻസി ബോൺസ്. ഇതൊക്കെ നമ്മൾ ഒരു സ്റ്റബ്ബേൺ ആയിട്ടുള്ള ആക്നെയാണ്, ഭയങ്കര റെഡ്നെസ്സും ഇൻഫ്ലമേഷനും നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിന് ഹൈ ഫ്രീക്വൻസി ബോണ്ട് പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇത് സ്കിന്നിനകത്തുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും റെഡ്നെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ പീലിൻ്റെ ട്രീറ്റ്മെൻറ്റും ഈ ഒരു ടൈമിന് ചെയ്യാവുന്നതാണ്. നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് പീലാണ്. ഇതൊരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡാണ്. ഇതൊരു പീലിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും. പൊതുവേ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിന്നിലുള്ള ഡെഡ് സെൽസും സെബത്തിനെയും ഡിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീലിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഈ കൂടുതലും മുഖക്കുരു ഉള്ളവർക്ക് സാലിസിലിക് ബേസ്ഡ് ആയിട്ടുള്ള സെറമും ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. ആക്നെ പ്രൊഡക്ഷൻ കുറച്ച് കുറഞ്ഞു വരും. പിന്നെ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇതേ കണക്ക് ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതേ കണക്ക് തന്നെ ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡയറ്റിൽ തന്നെ നല്ല സ്കിന്നിന് നല്ല ലെക്സ്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഹൈഡ്രേഷൻ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലോണം വെള്ളം കുടിക്കുന്നത് കൊണ്ടും ആ ഒരു ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യാതെ പുറത്തു പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം വരെ ആക്നെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇത് കണക്ക് കുത്തുക, ആക്നെ ചൊറിയുക, അതിനെ പൊട്ടിക്കാനൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ആക്നെ സ്കാർസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആക്നെ ഒരുവിധം വരെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം പത്മസ്പർശ ആയുർവേദ ക്ലിനിക്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് സ്കിൻ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒരു ബേസിക് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമുക്ക് നല്ലൊരു സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.